നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ജില്ലയിൽ ഇന്നും കോവിഡ് ബാധ സ്ഥിരീകരിച്ചു. രോഗവ്യാപനം തടയുന്നതിനായി ജില്ലയിൽ നടക്കുന്നത് ശക്തമായ പ്രതിരോധ പ്രവർത്തനങ്ങൾ. ലോക്ക്ഡൌൺ ഇളവുകളുടെ ഭാഗമായി ആരാധനാലയങ്ങൾ തുറന്നു. ഭക്തരെ ക്ഷേത്രങ്ങളിലേക്ക് കടത്തിവിട്ടത് സർക്കാർ മാർഗനിർദ്ദേശങ്ങൾ കർശനമായി പാലിച്ചു. മാസ്ക് ധരിക്കാത്തതിന് കാസർഗോഡ് ജില്ലയിൽ 165 പേർക്കെതിരെ കൂടി കേസെടുത്തു. നിരോധനം ലംഘിച്ച് യാത്ര ചെയ്തതിന് ജില്ലയിൽ ഇതുവരെ രജിസ്റ്റർ ചെയ്തത് 2602 കേസുകൾ. കോവിഡ് കാലത്ത് കൃഷിരംഗത്ത് വിപ്ലവം തീർക്കുവാനൊരുങ്ങി CPM. ജില്ലയിൽ 4000 ഏക്കറോളം ഭൂമിയിൽ കൃഷിയിറക്കും. ബേടകം ഏരിയ കമ്മിറ്റി ജയപുരത്ത് 7 ഏക്കറിൽ കൃഷി ആരംഭിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് KPSTA ജില്ലാ കമ്മിറ്റി DD ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. DCC പ്രസിഡന്റ് ഹക്കീം കുന്നിൽ ഉദ്ഘാടനം ചെയ്തു. പ്രവാസികളുടെ പ്രതിസന്ധികൾ പരിഹരിച്ച് അവരെ നാട്ടിലേക്ക് എത്തിക്കുവാൻ സൗകര്യമൊരുക്കണമെന്നാവശ്യപ്പെട്ട് PDP പ്രക്ഷോഭരംഗത്ത്. മഞ്ചേശ്വരത്ത് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. കോട്ടപ്പുറം ബേക്കൽ ജലപാതയുടെ നിർമ്മാണം. കോൺക്രീറ്റ് പാലങ്ങളുടെ മണ്ണ് പരിശോധന തുടങ്ങി. വാർത്തകൾ വിശദമായി. കാസർഗോഡ് ജില്ലയിൽ ഇന്നും കോവിഡ് വൈറസ് ബാധ സ്ഥിരീകരിച്ചു. കൂടുതൽ കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ രോഗവ്യാപനം തടയുന്നതിനായി ശക്തമായ പ്രതിരോധ പ്രവർത്തനങ്ങളാണ് ജില്ലയിൽ നടക്കുന്നത്. കാസർഗോഡ് ജില്ലയിൽ ഇന്ന് 2 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ഇരുവരും മഹാരാഷ്ട്രയിൽ നിന്നും എത്തിയതാണ്. മെയ് 31 ബസ്സിനെത്തിയ 49 വയസ്സുള്ള കുമ്പള പഞ്ചായത്ത് സ്വദേശി, ജൂൺ 6 ട്രെയിനിന് വന്ന 65 വയസ്സുള്ള പള്ളിക്കര പഞ്ചായത്ത് സ്വദേശി എന്നിവർക്കാണ് ഇന്ന് കോവിഡ് പോസിറ്റീവായത്. ഇതോടെ ജില്ലയിൽ കോവിഡ് ചികിത്സയിലുള്ളവരുടെ എണ്ണം 111ആയി. ജില്ലയിൽ ആകെ നിരീക്ഷണത്തിലുള്ളവർ 3751 പേർ. ഇതിൽ വീടുകളിൽ 3340 പേരും ആശുപത്രികളിൽ 411 പേരുമാണ് നിരീക്ഷണത്തിലുള്ളത്. ആകെ അയച്ച സാമ്പിളുകളുടെ എണ്ണം 8816. ഇന്ന് അയച്ച സാമ്പിളുകളുടെ എണ്ണം 267. 533 സാമ്പിളുകളുടെ പരിശോധനാ ഫലം ലഭിക്കുവാനുണ്ട്. 225 പേർ ഇന്ന് നിരീക്ഷണ കാലയളവ് പൂർത്തീകരിച്ചു. 156 പേരെ പുതുതായി നിരീക്ഷണത്തിൽ പ്രവേശിപ്പിച്ചു. പുതുതായി ആശുപത്രിയിലും മറ്റ് കോവിഡ് കെയർ സെന്ററുകളിലുമായി നിരീക്ഷണത്തിൽ പ്രവേശിക്കപ്പെട്ടവർ 21. ഇന്ന് പുതുതായി ആശുപത്രിയിലും മറ്റ് കോവിഡ് കെയർ സെന്ററുകളിലുമായി ഡിസ്ചാർജ് ചെയ്തവരുടെ എണ്ണം 95. ജില്ലയിൽ രോഗമുക്തി നേടിയവർ ആരും തന്നെയില്ല. ലോക്ക്ഡൌൺ ഇളവുകളുടെ ഭാഗമായി ആരാധനാലയങ്ങൾ തുറന്നു. കാസർഗോഡ് ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രങ്ങളിലാണ് ദർശനം ആരംഭിച്ചത്. സർക്കാർ മാർഗനിർദ്ദേശങ്ങൾ കർശനമായി പാലിച്ചാണ് ക്ഷേത്രങ്ങളിലേക്ക് ഭക്തരെ കടത്തിവിട്ടത്. കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച 5ാം ഘട്ട ലോക്ക്ഡൌൺ ഇളവുകളെ തുടർന്നാണ് ദേവസ്വം ബോർഡിന് കീഴിലുള്ള കാസർഗോട്ടെ ക്ഷേത്രങ്ങൾ തുറന്നത്. കോവിഡ് ലോക്ക്ഡൌൺ മൂലം 3 മാസമായി ക്ഷേത്രങ്ങളിൽ ദർശനം മുടങ്ങിക്കിടക്കുകയായിരുന്നു. ഇതാണ് ചൊവ്വാഴ്ച പുനരാരംഭിച്ചത്. സർക്കാർ മാർഗനിർദ്ദേശങ്ങൾ കർശനമായും പാലിച്ചാണ് ക്ഷേത്രങ്ങളിലേക്ക് ഭക്തരെ കടത്തിവിട്ടത്. ആൽക്കഹോൾ അംശമുള്ളതിനാൽ ക്ഷേത്ര കവാടത്തിൽ സാനിറ്റൈസർ വെച്ചില്ല. പകരം സോപ്പ് ഉപയോഗിച്ച് കൈകഴുകാനുള്ള സംവിധാനമാണ് ഏർപ്പെടുത്തിയത്. ക്ഷേത്രത്തിലെത്തുന്നവർ മാസ്ക് നിർബന്ധമായും ധരിക്കണമെന്നതടക്കമുള്ള കോവിഡ് നിർദ്ദേശങ്ങൾ പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുന്നതിനായി പ്രത്യേക ജീവനക്കാരെ ക്ഷേത്രങ്ങളിൽ നിയോഗിച്ചിട്ടുണ്ട്. കാസർഗോഡ് മല്ലികാർജുന ക്ഷേത്രത്തിൽ പതിവ് പൂജാനേരങ്ങളിലുൾപ്പെടെ ദർശനം അനുവദിച്ചു. വിഗ്രഹം, ബലിക്കല്ലുകൾ, കൊടിമരം എന്നിവ തുടരുതെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. മധൂർ മദനന്തേശ്വര സിദ്ധിവിനായക ക്ഷേത്രത്തിൽ പൂജാസമയം ദർശനം വിലക്കിയിട്ടുണ്ട്. ക്ഷേത്രത്തിലെത്തുന്നവർ പേരും വിലാസവും ഫോൺ നമ്പറും രജിസ്റ്ററിൽ രേഖപ്പെടുത്തണം. എഴുതാനുള്ള പേന അവരവർ തന്നെ കൊണ്ടുവരണമെന്ന നിർദ്ദേശവുമുണ്ട്. തെർമൽ സ്കാനർ സംവിധാനങ്ങൾ ഉൾപ്പെടെ എല്ലാ സജ്ജീകരണങ്ങളും ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ജില്ലയ്ക്ക് പുറത്തുനിന്നുൾപ്പെടെ ബലിതർപ്പണ ചടങ്ങുകൾക്ക് എത്തുന്ന പ്രധാന ക്ഷേത്രമായ തൃക്കണ്ണാട് ത്രയംബകേശ്വര ക്ഷേത്രത്തിൽ പൂജകൾ ഉൾപ്പെടെയുള്ള സമയത്ത് പൊതുജനങ്ങൾക്ക് ദർശനം അനുവദിച്ചു. എന്നാൽ ബലിതർപ്പണ ചടങ്ങുകൾ തൽക്കാലം പുനരാരംഭിക്കേണ്ടതില്ലെന്നാണ് തീരുമാനം. പാലക്കുന്ന് കഴകം ഭഗവതി ക്ഷേത്രത്തിൽ ലോക്ക്ഡൌൺ മുതൽ അനുവർത്തിച്ചു വരുന്ന തൽസ്ഥിതി കർക്കടകം അവസാനം വരെ തുടരാൻ ക്ഷേത്രസ്ഥാനികരുടെയും ഭരണസമിതി ഭാരവാഹികളുടെയും യോഗം തീരുമാനിച്ചു. അതേസമയം അനന്തപുരം അനന്തപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പൊതുജനങ്ങൾക്കുള്ള ദർശന വിലക്ക് തുടരും. നുള്ളിപ്പാടി അയ്യപ്പസ്വാമി ക്ഷേത്രവും തൽക്കാലം തുറക്കില്ല. എന്നാൽ ലോക്ക്ഡൌൺ ഇളവുകൾ ആരംഭിച്ചെങ്കിലും കോവിഡ് ജാഗ്രതയുടെ ഭാഗമായി കാസർഗോഡ് പള്ളികൾ തുറക്കേണ്ടതില്ലെന്നാണ് തീരുമാനം. മാലിക് ദിനാർ വലിയ ജുമാഅത്ത് മസ്ജിദ്, തായലങ്ങാടി ഗിലർ ജുമാ മസ്ജിദ്, മുബാറക് മസ്ജിദ്, കൊല്ലമ്പാടി ഗിലർ ജുമാ മസ്ജിദ്, പൂച്ചക്കാട് ബദർ മസ്ജിദ്, അബൂബക്കർ സിദ്ദിഖ് മസ്ജിദ്,
തളങ്കര ഗസാലി മസ്ജിദ്, പെരിയ ഇല്യാസ് ജുമാ മസ്ജിദ് കമ്മിറ്റികളും തൽക്കാലം നിലവിലെ സ്ഥിതി തുടരും. ഇതിനിടെ കോവിഡ് ജാഗ്രതയുടെ ഭാഗമായി ജില്ലയിലെ ടൗൺ പരിസരത്തും ദേശീയപാതയോരത്തുമുള്ള ഹോട്ടലുകൾ തൽക്കാലം തുറക്കില്ല. ഹോട്ടൽ അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയാണ് ഇത് സംബന്ധിച്ച് തീരുമാനമെടുത്തത്. ന്യൂസ് ഡെസ്ക് KCN. മാസ്ക് ധരിക്കാത്തതിന് കാസർഗോഡ് ജില്ലയിൽ 165 പേർക്കെതിരെ കൂടി കേസെടുത്തു. നിരോധനം ലംഘിച്ച് യാത്ര ചെയ്തതിന് ജില്ലയിൽ ഇതുവരെ 2602 കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. ജില്ലയിൽ മാസ്ക് ധരിക്കാത്തതിന് 165 പേർക്കെതിരെ കൂടി കേസെടുത്തു. ഇതോടെ ജില്ലയിൽ ഇതുവരെ മാസ്ക് ധരിക്കാത്തതിന് കേസെടുത്തു പിഴച്ചുമത്തിയവരുടെ എണ്ണം 5334ആയി. ലോക്ഡൌൺ നിർദ്ദേശലംഘനവുമായി ബന്ധപ്പെട്ട് 6 പേരെ അറസ്റ്റ് ചെയ്തു. നിരോധനം ലംഘിച്ച് യാത്ര ചെയ്തതിന് ജില്ലയിൽ ഇതുവരെ 2602 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 3272 പേരെ അറസ്റ്റ് ചെയ്തു. 1121 വാഹനങ്ങൾ കസ്റ്റഡിയിലെടുത്തു. ലോക്ഡൌൺ നിർദ്ദേശലംഘനവുമായി ബന്ധപ്പെട്ട് ജൂൺ 8-ന് ജില്ലയിൽ 5 കേസുകൾ രജിസ്റ്റർ ചെയ്തു. കാസർഗോഡ് സ്റ്റേഷനിൽ 2, മഞ്ചേശ്വരം, ബേഡകം, ചന്ദേര എന്നീ സ്റ്റേഷനുകളിൽ ഓരോ കേസും വീതമാണ് രജിസ്റ്റർ ചെയ്തത്. വിവിധ കേസുകളിലായി 6 പേരെ അറസ്റ്റ് ചെയ്തു. 4 വാഹനങ്ങൾ കസ്റ്റഡിയിലെടുത്തു. ന്യൂസ് ഡെസ്ക് KCN. കാസർഗോഡ് ജില്ലയിലുള്ളവർക്ക് ദക്ഷിണ കന്നഡ ജില്ലയിലേക്ക് പാസ് അനുവദിക്കുന്നതിനുള്ള തടസ്സങ്ങൾ നീക്കുവാൻ ധാരണയായി. ദക്ഷിണ കന്നഡ ജില്ലാ ഭരണകൂടവും കാസർഗോട്ടെ BJP നേതാക്കളുമായി നടത്തിയ ചർച്ചയിലാണ് ഇത് സംബന്ധിച്ച് ധാരണയായത്. കാസർഗോഡ് ജില്ലയിൽ നിന്ന് ദക്ഷിണ കന്നഡ ജില്ലയിലേക്ക് ജോലിക്കും വ്യാപാരത്തിനും ദിവസവും പോയി വരുന്നവർക്ക് പാസ് അനുവദിക്കുന്നതിനുള്ള തടസ്സങ്ങൾ നീക്കാൻ ദക്ഷിണ കന്നഡ ജില്ലാ ഭരണകൂടവും BJP നേതാക്കളുമായി നടത്തിയ ചർച്ചയിൽ ധാരണയായി. BJP കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തലപ്പാടി അതിർത്തിയിൽ നടത്തിയ പ്രതിഷേധ സത്യാഗ്രഹത്തെ തുടർന്ന് ദക്ഷിണ കന്നഡ ജില്ലയിലെ MLA-മാരായ വേദവ്യാസ കാമത്ത്, ഡോക്ടർ ഭാരത് ഷെട്ടി എന്നിവർ വിളിച്ചുകൂട്ടിയ മധ്യസ്ഥ ചർച്ചയിലാണ് പ്രശ്നം പരിഹരിച്ചത്. ഇരുകൂട്ടരും തമ്മിലുണ്ടാക്കിയ ധാരണയനുസരിച്ച് ദിവസവും ജോലിക്ക് പോകുന്ന എല്ലാ അർഹരായിട്ടുള്ളവർക്കും പാസ് അനുവദിക്കാമെന്ന് ഉദ്യോഗസ്ഥർ ഉറപ്പു നൽകി. കൂടാതെ ലോക്ഡൌണിനെ തുടർന്ന് റോഡുകൾ അടച്ചതോടെ ജില്ലയിലെ ഒറ്റപ്പെട്ട ഗ്രാമങ്ങളിലൂടെ ഗതാഗത പ്രശ്നങ്ങൾ പരിശോധിക്കും. കാസർഗോഡിനെയും ദക്ഷിണ കന്നഡ ജില്ലയെയും ബന്ധിപ്പിക്കുന്ന ചില പ്രധാനപ്പെട്ട റോഡുകളിലൂടെ തദ്ദേശീയർക്ക് യാത്രാനുമതി നൽകുന്നത് സംബന്ധിച്ച് ആലോചിക്കാമെന്നും ചർച്ചയിൽ ഉദ്യോഗസ്ഥർ ഉറപ്പു നൽകി. ഇതിനായി പുത്തൂർ, സുള്ളിയ മണ്ഡലങ്ങളിലെ MLA-മാരുടെ നേതൃത്വത്തിൽ ഉന്നതതല ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചുകൂട്ടാനും ചർച്ചയിൽ ധാരണയായി. കർണാടക സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ മധ്യസ്ഥം വഹിച്ച 2 MLA-മാരും ആവശ്യമായ ഇടപെടൽ നടത്തുമെന്ന് യോഗത്തിൽ ഉറപ്പു നൽകി. കേരള സർക്കാരിൽ നിന്ന് ഇതിനാവശ്യമായ മുൻകൈയെടുക്കാൻ ആവശ്യമായ സമ്മർദ്ദം ചെലുത്താനും ഇടപെടലുകൾ നടത്താനും നടപടി സ്വീകരിക്കുമെന്ന് BJP ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് K. ശ്രീകാന്ത് അറിയിച്ചു. ഇരു ജില്ലകളും തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ തർക്കങ്ങളോ ഉണ്ടെങ്കിൽ അത് രമ്യമായി പരിഹരിക്കാനും യോഗത്തിൽ ധാരണയായി. ദക്ഷിണ കന്നഡ ജില്ലാ അസിസ്റ്റന്റ് കമ്മീഷണർ മദൻ മോഹൻ, ACP കോദണ്ഡരാമ, ദക്ഷിണ കന്നഡ MLA-മാരായ ഡോക്ടർ ഭാരത് ഷെട്ടി, വേദവ്യാസ കാമത്ത്, മംഗലാപുരം മേയർ ദിവാകര, കോർപ്പറേറ്റർ സുധീർ ഷെട്ടി, BJP ദക്ഷിണ കന്നഡ ജില്ലാ പ്രസിഡന്റ് സുദർശന M, ദക്ഷിണ കന്നഡ ജില്ലാ ഉപാധ്യക്ഷന്മാരായ ഈശ്വര കട്ടിൽ, സന്തോഷ് കുമാർ ഗോളിയാർ, BJP ദക്ഷിണ കന്നഡ മണ്ഡലം പ്രസിഡന്റ് ചന്ദ്രഹാസ പണ്ഡിറ്റ് ഹൌസ്, BJP കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് K. ശ്രീകാന്ത്, ജില്ലാ ജനറൽ സെക്രട്ടറി M. സുദാമ ഗോസാഡ, ജില്ലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സദാനന്ദ റൈ, ജില്ലാ സെക്രട്ടറി വിജയകുമാർ റൈ, മഞ്ചേശ്വരം മണ്ഡലം പ്രസിഡന്റ് മണികണ്ഠ റൈ, ജനറൽ സെക്രട്ടറി BM ആദർശ്, OBC മോർച്ച സംസ്ഥാന ട്രഷറർ അഡ്വക്കേറ്റ് നവീൻ രാജ് തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു. പ്രശ്നം പരിഹരിക്കാമെന്ന ദക്ഷിണ കന്നഡ ജില്ലാ ഭരണകൂടം നൽകിയ ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ BJP നടത്തിയ പ്രക്ഷോഭം അവസാനിപ്പിച്ചതായി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് K. ശ്രീകാന്ത് അറിയിച്ചു. ന്യൂസ് ഡെസ്ക് KCN. കോവിഡ് കാലത്ത് കൃഷിരംഗത്ത് വിപ്ലവം തീർക്കുവാനൊരുങ്ങി CPM. ജില്ലയിൽ 4000 ഏക്കറോളം ഭൂമിയിൽ കൃഷി ഇറക്കും. ഭൂമി പാട്ടത്തിനെടുത്തും തരിശ് ഭൂമികളിൽ ഉടമകളുടെ സമ്മതത്തോടെയുമാണ് കൃഷി നടത്തുന്നത്. കോവിഡ് കാലത്ത് കൃഷിരംഗത്ത് വിപ്ലവം തീർക്കുവാനൊരുങ്ങി CPM ജില്ലയിൽ 4000 ഏക്കറോളം ഭൂമിയിൽ കൃഷി ഇറക്കുന്നു. ഭൂമി പാട്ടത്തിനെടുത്തും തരിശുഭൂമികളിൽ ഉടമകളുടെ സമ്മതത്തോടെയുമാണ് കൃഷി നടത്തുന്നത്. 4000 ഏക്കറോളം ഭൂമിയിൽ കൃഷി ഇറക്കുന്നതിന്റെ ഭാഗമായി കാസർഗോഡ് ബേഡകം ഏരിയ കമ്മിറ്റി ജയപുരത്ത് 7 ഏക്കറിൽ ആരംഭിച്ച പുനഃകൃഷിക്ക് ജില്ലാ സെക്രട്ടറി MV ബാലകൃഷ്ണൻ വിത്തിട്ടു. സംസ്ഥാന സർക്കാരിന്റെ സുഭിക്ഷ കേരളം പദ്ധതിയുടെ ചുവടുപിടിച്ച് കപ്പ, ചേമ്പ്, കാച്ചിൽ, പച്ചക്കറി, പുനംകൃഷി എന്നിവയ്ക്കാണ് വിത്തിട്ടത്. ഓരോ മഹാമാരിയും നാടിന് സമ്മാനിക്കുക വേദനയോടൊപ്പം പട്ടിണി കൂടിയായിരിക്കും. നാളെ പട്ടിണിയിലേക്ക് പോകാതിരിക്കാനുള്ള കരുതലിലാണ് നാട്. അതിന് മണ്ണിലിറങ്ങി പണിയെടുക്കണം. അങ്ങനെയാണ് കാസർഗോട്ടെ മലയോര പ്രദേശമായ ബേഡകത്തെ പാർട്ടി കാടുവെട്ടിത്തെളിച്ച് പൊന്നുവിളയിക്കാൻ ഇറങ്ങിയത്.
പള്ളിക്കരയിലെ അബ്ദുൾ റസാഖ് ഹാജിയുടെ 7 ഏക്കർ ഭൂമിയിലാണ് കൃഷി. സുഭിക്ഷ കേരളം പദ്ധതിയുടെ ഭാഗമായി ഒരു ഏരിയ കമ്മിറ്റി 1 ഏക്കറെങ്കിലും കൃഷി ചെയ്യണമെന്നതാണ് ജില്ലാ നേതൃത്വത്തിന്റെ നിർദ്ദേശം. ഇതുപോലെയുള്ള തരിശ് ഭൂമി അത് 50 സെൻറ്റാവാം, 1 ഏക്കറയാകാം, 1.5 ഏക്കറയാകാം, ഇതുപോലെ 7 ഏക്കറയാകാം. ഇങ്ങനെയുള്ള തരിശ് ഭൂമി എടുത്തിട്ട് അതിലും വ്യാപകമായിട്ടിപ്പോൾ കൃഷി ചെയ്തു വരുന്നുണ്ട്. ഏകദേശം ഒരു 5000-ലധികം ഏക്കർ ഭൂമി തരിശ് ഭൂമിയിൽ ഇവിടെ കൃഷി ചെയ്തിട്ടുണ്ട്. അത് CPM-ന്റെ നേതൃത്വത്തിൽ. ബ്രാഞ്ചുകളിൽ ഓരോ ഏക്കർ വീതവും കുറ്റിക്കോൽ, ബേഡകം പഞ്ചായത്തുകളിലായി മാത്രം 250 ഏക്കർ സ്ഥലത്താണ് ബേഡകം ഏരിയ കമ്മിറ്റി ഇതിനോടകം കൃഷി ഇറക്കിയത്. ജില്ലയിൽ CPM-ന്റെ 131 ലോക്കൽ കമ്മിറ്റികളും 12 ഏരിയ കമ്മിറ്റികളും കൃഷി ആരംഭിച്ചു. അംഗങ്ങളുടെ വീട് കേന്ദ്രീകരിച്ച് ഞാനും എന്റെ കുടുംബവും കൃഷിയിലേക്ക് എന്ന പദ്ധതിയും ആരംഭിച്ചിട്ടുണ്ട്. വീട്ടുപറമ്പിലോ അതിന് സൗകര്യമില്ലാത്തിടത്ത് ഗ്രോ ബാഗുകളിലോ പച്ചക്കറി കൃഷിയാണ് വീടുകളിൽ നടക്കുന്നത്. ജില്ലയിൽ കൃഷിരംഗത്ത് CPM നടത്തുന്ന മാതൃകാ പ്രവർത്തനത്തിന് മികച്ച കയ്യടിയാണ് ലഭിക്കുന്നത്. ന്യൂസ് ഡെസ്ക് KCN. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് KPSTA ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ DD ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. DCC പ്രസിഡന്റ് ഹക്കീം കുന്നിൽ ഉദ്ഘാടനം ചെയ്തു. പാഠപുസ്തകങ്ങൾ അടിയന്തിരമായും വിതരണം ചെയ്യുക, ഓൺലൈൻ പഠനം എല്ലാ കുട്ടികൾക്കും ലഭ്യമാക്കുക, നിലവിലുള്ള അധ്യാപക വിദ്യാർത്ഥി അനുപാതം നിലനിർത്തുക, പ്രൈമറി സ്കൂളുകളിൽ പ്രധാനാധ്യാപകന്മാരെ നിയമിക്കുക, എല്ലാ മീഡിയങ്ങളിലും ഭാഷാ വിഷയങ്ങൾക്കും പഠനാവസരങ്ങൾ ഒരുക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് KPSTA ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ DD ഓഫീസിന് മുന്നിൽ ധർണ നടത്തിയത്. ഓൺലൈൻ പഠനം എല്ലാ കുട്ടികൾക്കും ലഭ്യമാക്കുവാൻ സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് ധർണ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് DCC പ്രസിഡന്റ് ഹക്കീം കുന്നിൽ ആവശ്യപ്പെട്ടു. ഇന്ന് കേന്ദ്ര നിർദ്ദേശം വന്നതിനെ കുറിച്ച് പോലും വലിയ ചർച്ചയാണ്. കേന്ദ്രം എങ്ങനെ ഇതിനെക്കുറിച്ച് വളരെ വിശദമായ കാര്യം അന്വേഷിച്ചപ്പോൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് പകരം SSLC പരീക്ഷ സമയബന്ധിതമായി പൂർത്തിയാക്കിയതിന് കേന്ദ്ര മാനവശേഷി വകുപ്പ് കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയെ പ്രശംസിച്ചു എന്ന് ഹൈലൈറ്റ് ചെയ്തുകൊണ്ടാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പത്രത്തിൽ. ജില്ലാ പ്രസിഡന്റ് KV വിജയൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറി കുഞ്ഞിക്കണ്ണൻ കരിശ്ശേരി, ജില്ലാ സെക്രട്ടറി GK ഗിരീഷ്, സംസ്ഥാന നിർവാഹക സമിതി അംഗങ്ങളായ P ശശിധരൻ, AV ഗിരീശൻ, KO രാജീവൻ, അലോഷ്യസ് ജോർജ്, പ്രശാന്ത് കാനത്തൂർ, സ്വപ്ന ജോർജ്, A ദാമോദരൻ, K അനിൽകുമാർ, PS സന്തോഷ് കുമാർ, K ഗോപാലകൃഷ്ണൻ, CK വേണു, ജോസ് മാത്യു, ശ്രീവത്സൻ, ഗോപി കാരക്കോട്ട് എന്നിവർ സംബന്ധിച്ചു. കേരളത്തിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും ആവശ്യമായ സംവിധാനം ഒരുക്കിയെന്ന് പറഞ്ഞുകൊണ്ടാണ് കേരള സർക്കാർ ഓൺലൈൻ ക്ലാസ് ആരംഭിച്ചത്. എന്നാൽ 2.5 ലക്ഷത്തോളം കുട്ടികൾക്ക് ഇന്നും ഈ ഒരു സംവിധാനത്തിൻ്റെ അഭാവം കാരണം ക്ലാസ്സുകളിൽ പങ്കെടുക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. അവർക്കാവശ്യമായ പാഠപുസ്തകങ്ങൾ അവരുടെ കയ്യിലുണ്ടായിരുന്നുവെങ്കിൽ ഈ ഓൺലൈൻ ക്ലാസ്സുകൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകുമായിരുന്നു. മുൻ വർഷങ്ങളിലൊക്കെ ചെയ്തതുപോലെ എത്രയും പെട്ടെന്ന് പാഠപുസ്തകങ്ങൾ കുട്ടികളുടെ കയ്യിലെത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഈ ധർണയുടെ പ്രധാനപ്പെട്ട ഒരു ആവശ്യം. അതുപോലെ തന്നെ കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, കന്നഡ മീഡിയത്തിലെ ഒട്ടേറെ കുട്ടികൾ ഇന്ന് ഓൺലൈൻ ക്ലാസ് കിട്ടാതെ ബുദ്ധിമുട്ടിയാണ്. അതുപോലെ ഉറുദു, അറബി, സംസ്കൃതം ഉൾപ്പെടെയുള്ള ഭാഷകൾക്ക് ആവശ്യമായ പരിശീലനം, ഓൺലൈൻ ക്ലാസ്സുകൾ ഉടനെ ആരംഭിക്കുകയും ആ കുട്ടികൾക്ക് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കിട്ടേണ്ടതുമായിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് KCN. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഷോപ്സ് ആൻഡ് കമേഴ്ഷ്യൽ എംപ്ലോയീസ് യൂണിയൻ CITU ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജില്ലയിലെ 30 കേന്ദ്രങ്ങളിൽ തൊഴിലാളി സമരം സംഘടിപ്പിച്ചു. ജില്ലാതല ഉദ്ഘാടനം കാസർഗോഡ് ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ CITU ജില്ലാ ജനറൽ സെക്രട്ടറി TK രാജൻ നിർവഹിച്ചു. ലോക്ക്ഡൌൺ മൂലം വാണിജ്യ വ്യാപാര മേഖലയിൽ വരുമാനം നഷ്ടപ്പെട്ട തൊഴിലാളികളെ സഹായിക്കുവാൻ കേന്ദ്ര സർക്കാർ സാമ്പത്തിക സഹായം അനുവദിക്കുക, കോവിഡിന്റെ മറവിൽ ചില്ലറ വ്യാപാര മേഖലയെ പൂർണ്ണമായി തകർത്ത് കുത്തകളുടെ കടന്നുവരവിന് അവസരമൊരുക്കുന്ന കേന്ദ്ര നയം തിരുത്തുക, കോവിഡിന്റെ മറവിൽ തൊഴിൽ നിയമങ്ങൾ മരവിപ്പിക്കുവാനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനം പിൻവലിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഷോപ്സ് ആൻഡ് കമേഴ്ഷ്യൽസ് എംപ്ലോയീസ് യൂണിയൻ CITU കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജില്ലയിൽ 30 കേന്ദ്രങ്ങളിൽ തൊഴിലാളി സമരം സംഘടിപ്പിച്ചത്. ഷോപ്സ് ആൻഡ് കമേഴ്ഷ്യൽസ് എംപ്ലോയീസ് ഫെഡറേഷൻ CITU സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനമനുസരിച്ചാണ് സമരം നടന്നത്. സംസ്ഥാന തലത്തിൽ 1000 കേന്ദ്രങ്ങളിലായിരുന്നു സമരം. ജില്ലാതല ഉദ്ഘാടനം കാസർഗോഡ് ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുമ്പിൽ CITU ജില്ലാ ജനറൽ സെക്രട്ടറി TK രാജൻ നിർവഹിച്ചു. ഈ കോവിഡ് കാലത്ത് ജനങ്ങളെ സംരക്ഷിക്കാൻ, എല്ലാവരെയും സംരക്ഷിക്കാൻ കർമ്മ പദ്ധതിയിൽ ആവിഷ്കരിച്ച് നടപ്പാക്കേണ്ട ഇന്ത്യ ഗവൺമെൻറ്റാണ്. എന്നാൽ നിർഭാഗ്യവശാൽ മോഡി ഗവൺമെൻറ്റും ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമനും പ്രഖ്യാപിച്ചിട്ടുള്ള പാക്കേജുകളിൽ പാവപ്പെട്ട സാധാരണ തൊഴിലാളികളെ സംരക്ഷിക്കുന്ന ഒരു സംവിധാനവുമില്ല. 20 ലക്ഷം കോടി രൂപയുടെ പാക്കേജ് പ്രഖ്യാപിച്ചു. പക്ഷേ 10% പോലും സാധാരണ തൊഴിലാളികളുടെ കയ്യിലേക്ക് എത്തുന്നില്ല.
ജനങ്ങൾക്ക് ആവശ്യമായ ഭക്ഷ്യധാന്യം സൗജന്യമായി കൊടുക്കാൻ ആവശ്യമായ സംവിധാനമില്ല. രാജ്യത്തെ കുത്തക മുതലാളിമാർക്ക് രാജ്യത്തെ സമ്പത്താകെ വിൽക്കാനാണ് തീരുമാനം. നിങ്ങൾ പണിയെടുക്കുന്ന വ്യാപാര മേഖല വാൾമാർട്ടിൻ്റെ കയ്യിൽ പോയി. ഈ ലോക്ക്ഡൗൺ കാലത്താണ് നിയമം പാസ്സാക്കിയത്. ഇനി ചെറുകിട സ്റ്റാളുകൾ വേണ്ട, ചെറുകിട സ്ഥാപനങ്ങൾ വേണ്ട. ആമസോൺ പോലുള്ള ഓൺലൈൻ കമ്പനികൾ ഈ രാജ്യത്ത് വ്യാപാരം നടത്തട്ടെ. 100% വിദേശ നിക്ഷേപത്തിന് അനുമതി കൊടുത്തു. അതിൻ്റെ അർത്ഥം നമ്മുടെ കാസർഗോട്ടും ഈ കേരളത്തിലും കാണുന്ന ചെറുകിട വ്യാപാര സ്ഥാപനങ്ങളാകെ അടച്ചുപൂട്ടപ്പെടാൻ വേണ്ടി പോകുന്നു. ഇപ്പോൾ ഞാൻ സൂചിപ്പിക്കുന്നത് നമ്മുടെ രാജ്യത്തെ ജനങ്ങളെ സംരക്ഷിക്കാനുള്ള ഒരു നടപടിയും ഇന്ത്യ ഗവൺമെൻറ് എടുക്കുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ പ്രതിഷേധിക്കണമെന്ന് തീരുമാനിച്ചത്. ടി വി സുധീഷ് അധ്യക്ഷത വഹിച്ചു. കെ രവീന്ദ്രൻ, സ്മിത്ത് പേത്തൂർപ്പാറ എന്നിവർ സംസാരിച്ചു. ചെർക്കള, വിദ്യാനഗർ, ഹൊസങ്കടി, കുറ്റിക്കോൽ, മൂന്നാട്, കുണ്ടംകുഴി, മേൽപ്പറമ്പ്, പാലക്കുന്ന്, പള്ളിക്കര, നീലേശ്വരം, കാഞ്ഞങ്ങാട്, ചെറുവത്തൂർ, ചീമേനി, കാലിക്കടവ്, പാണത്തൂർ, ഒടയഞ്ചാൽ തുടങ്ങിയ 30 കേന്ദ്രങ്ങളിലായിരുന്നു സമരം സംഘടിപ്പിച്ചത്. ന്യൂസ് ഡെസ്ക് KCN. കാലവർഷാരംഭത്തിൽ പതിവുള്ള ട്രോളിംഗ് നിരോധനം ചൊവ്വാഴ്ച അർദ്ധരാത്രി മുതൽ ആരംഭിക്കും. ലോക്ക്ഡൌൺ കാലത്തെ മാസങ്ങളായുള്ള നിരോധനം നീങ്ങി 1 മാസം കഴിയുമ്പോൾ മൺസൂൺ കാല ട്രോളിംഗ് നിരോധനവും വരുന്നത് മത്സ്യത്തൊഴിലാളികളുടെ ദുരിതം ഇരട്ടിയാക്കും. കടലിൽ പോകുന്ന ബോട്ടുകളെ മാത്രമല്ല, മറിച്ച് തലച്ചുമടായി വിൽപ്പന നടത്തുന്ന സ്ത്രീകൾ, സൈക്കിളുകളിലും റിക്ഷകളിലുമായി മീൻ വിൽക്കുന്നവർ തുടങ്ങി മത്സ്യബന്ധന മേഖലയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവർക്കൊക്കെയും ട്രോളിംഗ് നിരോധനകാലം കഷ്ടപ്പാടിൻ്റെതായിരിക്കും. സാധാരണയായി മഴക്കാലം തുടങ്ങുന്നതോടെ മത്തി, അയില എന്നിവയുടെ ചാകര പതിവാണ്. ബോട്ടു നിറയെ മീനുമായാണ് തൊഴിലാളികൾ തുറമുഖത്തെത്തുക. എന്നാൽ ഇത്തവണ പതിവിന് വിപരീതമായി സാധാരണക്കാരന്റെ ഇഷ്ടഭോജ്യമായ മത്തി കണി കാണാൻ പോലും കഴിഞ്ഞിട്ടില്ല. ഏറെ നിരാശയോടെയാണ് ബോട്ടുകൾ കടലിൽ നിന്ന് തിരിച്ചു വന്നത്. അതിനിടയിലാണ് ട്രോളിംഗ് നിരോധനവും വരുന്നത്. ട്രോളിംഗ് നിരോധനത്തിനു മുന്നോടിയായി കാസർഗോട്ടെയും പരിസരങ്ങളെയും കേന്ദ്രീകരിച്ച് മത്സ്യബന്ധനം നടത്തുന്ന ബോട്ടുകളിലെ അന്യസംസ്ഥാന തൊഴിലാളികൾ തീരം വിട്ടു തുടങ്ങി. കോവിഡ് വൈറസ് വ്യാപനത്തെ തുടർന്ന് മറ്റെല്ലാ മേഖലയിലെന്ന പോലെ കാസർഗോഡ് തുറമുഖവും അടച്ചിട്ടിരുന്നു. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് വീണ്ടും കടലിൽ പോകാൻ തുടങ്ങിയത്. ഇനി ചൊവ്വാഴ്ച മുതൽ ട്രോളിംഗ് നിരോധനവും കൂടിയാവുന്നതോടെ മത്സ്യബന്ധന വിപണന മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആയിരക്കണക്കിന് കുടുംബങ്ങളുടെ ജീവിതം ദുരിതത്തിലാകും. മഴക്കാലത്തിന്റെ ആരംഭം മത്സ്യങ്ങളുടെ പ്രജനന കാലമായതിനാൽ യന്ത്രവൽകൃത ബോട്ടുകളുടെ ട്രോളിംഗ് മീൻമുട്ടകളെയും കുഞ്ഞുങ്ങളെയും പാടെ നശിക്കാൻ ഇടയാകുമെന്നതിനാലാണ് മത്സ്യബന്ധനം നിരോധിക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ പോലെ ഇത്തവണയും 52 ദിവസമാണ് പരമ്പരാഗത യാനങ്ങൾ ഒഴികെയുള്ളവർക്ക് കടലിൽ മത്സ്യബന്ധനത്തിനുള്ള അനുമതി നിഷേധിച്ചിട്ടുള്ളത്. ട്രോളിംഗ് നിരോധന കാലയളവിൽ ചെറുമത്സ്യങ്ങളെ പിടിക്കുന്നതിനെതിരെ കർശന നടപടി സ്വീകരിക്കും. ഈ കാലയളവിൽ രാസവസ്തുക്കൾ കലർന്ന മത്സ്യങ്ങളുടെ വിപണനം തടയുന്നതിന് നടപടികൾ സ്വീകരിക്കാൻ ഭക്ഷ്യസുരക്ഷാ ഫിഷറീസ് ഉദ്യോഗസ്ഥർക്ക് അധികൃതർ നിർദ്ദേശം നൽകി. ന്യൂസ് ഡെസ്ക് KCN. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് PDPയുടെ നേതൃത്വത്തിൽ മഞ്ചേശ്വരത്ത് പ്രതിഷേധ മാർച്ച് നടത്തി. പ്രവാസികളുടെ പ്രതിസന്ധികൾ പരിഹരിച്ച് അവരെ നാട്ടിലേക്ക് എത്തിക്കുവാൻ സൗകര്യമൊരുക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു മാർച്ച് നടത്തിയത്. PDP സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരമാണ് PDP കാസർഗോഡ് ജില്ലാ കമ്മിറ്റി മഞ്ചേശ്വരത്ത് പ്രതിഷേധ മാർച്ച് നടത്തിയത്. മഞ്ചേശ്വരം പോസ്റ്റ് ഓഫീസിലേക്കായിരുന്നു മാർച്ച്. വിദേശത്ത് മരണപ്പെട്ട പ്രവാസികളുടെ ആശ്രിതർക്ക് ധനസഹായം അനുവദിക്കുക, പ്രവാസികളുടെ മടങ്ങിവരവിന് കേന്ദ്ര സർക്കാർ സൗജന്യ ടിക്കറ്റ് അനുവദിക്കുക, വിസ കാലാവധി പുതുക്കിയ പ്രവാസിദ്രോഹ നിയമം പിൻവലിക്കുക തുടങ്ങിയ നിരവധി ആവശ്യങ്ങളും PDP പ്രതിഷേധ മാർച്ചിലൂടെ ഉന്നയിച്ചു. മാർച്ചിന് ശേഷം നടന്ന പ്രതിഷേധ യോഗം PDP സംസ്ഥാന കൗൺസിൽ അംഗം അബ്ദുള്ള കുഞ്ഞി ബദിയെടുക്ക ഉദ്ഘാടനം ചെയ്തു. PDP കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് റഷീദ് മുട്ടന്തല മുഖ്യപ്രഭാഷണം നടത്തി. PDP ജില്ലാ വൈസ് പ്രസിഡന്റ് ഇബ്രാഹിം കോളിയടുക്കം, സംസ്ഥാന കൗൺസിലർ ഹസൈനാർ ബെണ്ടിച്ചാൽ, ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഷാഫി കളനാട്, കാസർഗോഡ് മണ്ഡലം പ്രസിഡന്റ് യൂനുസ് തളങ്കര, PTUC ജില്ലാ ട്രഷറർ സിദ്ദിഖ് ബത്തൂൽ, PDP മഞ്ചേശ്വരം മണ്ഡലം സെക്രട്ടറി മൂസ അടുക്കം, PCF പ്രതിനിധി S അബ്ദുള്ള ചട്ടഞ്ചാൽ തുടങ്ങിയവർ പ്രതിഷേധ മാർച്ചിന് നേതൃത്വം നൽകി. സർക്കാർ നിർദ്ദേശങ്ങൾ പൂർണ്ണമായും പാലിച്ച് സാമൂഹ്യ അകലം പാലിച്ചുകൊണ്ടായിരുന്നു PDPയുടെ പ്രതിഷേധ സമരം. ന്യൂസ് ഡെസ്ക് KCN. ഉദയനഗറിൽ കരനെൽ കൃഷി ഇറക്കി പുല്ലൂർ സർവീസ് സഹകരണ ബാങ്ക്. സുഭിക്ഷ കേരളം പദ്ധതിയുടെ ഭാഗമായാണ് ഇവിടെ നെൽകൃഷി ഇറക്കിയത്. പുല്ലൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ ഉദയനഗറിൽ കരനെൽ കൃഷി ഇറക്കി. സംസ്ഥാന സർക്കാരിന്റെ സുഭിക്ഷ കേരളം ഭക്ഷ്യസുരക്ഷാ പദ്ധതിയുടെ ഭാഗമായാണ്
കരനെൽകൃഷി ഇറക്കിയത്. പ്രദേശത്തെ കാടുമൂടിക്കിടന്ന 60 സെന്റ് സ്ഥലത്താണ് നെൽകൃഷി ഇറക്കിയത്. കാഞ്ഞിരടുക്കത്തെ കുമാരനാണ് നെൽകൃഷി ഇറക്കാൻ സ്ഥലം ബാങ്കിന് കൈമാറിയത്. ബാങ്ക് അഡ്മിനിസ്ട്രേറ്റർ PV രഞ്ജിത്തും ജീവനക്കാരുമാണ് നെൽകൃഷിക്ക് നേതൃത്വമേകുന്നത്. പുല്ലൂർപെരിയ പഞ്ചായത്ത് പ്രസിഡന്റ് ശാരദ എസ് നായർ വിത്തിടിയിൽ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗം T ബിന്ദു അധ്യക്ഷയായി. ബാങ്ക് സെക്രട്ടറി M ചന്ദ്രൻ പദ്ധതി വിശദീകരിച്ചു. KT അമ്പൂഞ്ഞി, ബാലകൃഷ്ണൻ വണ്ണാർവയൽ, K ശശിധരൻ തുടങ്ങിയവർ സംസാരിച്ചു. ബാങ്ക് ജീവനക്കാരും സമീപ പ്രദേശത്തെ മുതിർന്ന കർഷകരും വിത്തിടിന്റെ ഭാഗമാകാൻ എത്തിയിരുന്നു. രണ്ടാം ഘട്ടത്തിൽ പച്ചക്കറിയും കിഴങ്ങുവർഗ്ഗങ്ങളും കൃഷി ചെയ്യാനാണ് ബാങ്കിന്റെ തീരുമാനം. ന്യൂസ് ഡെസ്ക് കാഞ്ഞങ്ങാട്. കോട്ടപ്പുറം ബേക്കൽ ജലപാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നിർമ്മിക്കുന്ന കോൺക്രീറ്റ് പാലങ്ങളുടെ മണ്ണ് പരിശോധന തുടങ്ങി. പാലം യാഥാർത്ഥ്യമാകുന്നതോടെ പ്രദേശവാസികളുടെ ദീർഘനാളത്തെ യാത്രാ പ്രശ്നത്തിനാണ് പരിഹാരമാകുന്നത്. ജലപാതയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിന്റെ ഭാഗമായാണ് അരയി കോട്ടക്കടവ് തൂക്കുപാലം കോൺക്രീറ്റ് ചെയ്ത് വീതി കൂട്ടി നിർമ്മിക്കേണ്ടി വരുന്നത്. നിലവിലെ തൂക്കുപാലത്തിന് സമാന്തരമായാണ് കോൺക്രീറ്റ് പാലം ഉയർന്നു വരിക. ഈ പാലം വരുന്നതോടുകൂടി അരയി പ്രദേശത്തിലേക്കുള്ള യാത്രാ സൗകര്യം ഇരട്ടിയാകുമെന്ന് നഗരസഭാ ചെയർമാൻ VV രമേശൻ പറഞ്ഞു. കോട്ടക്കടവ് എന്ന് പറയുന്ന സ്ഥലത്ത് കുളിയങ്കാൽ ഒരു തൂക്കുപാലമാണ് ഇപ്പോൾ നിലവിലുള്ളത്. ആ തൂക്കുപാലം പുതുതായിട്ടൊരു വാഹന സൗകര്യമുള്ള ഒരു പാലമാക്കി മാറ്റാൻ ഇതിൽ ഉൾപ്പെടുത്തി കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ സർവേ പൂർത്തിയാകുന്നു. ഇൻലാൻഡ് നാവിഗേഷന്റെ നേതൃത്വത്തിലുള്ള എഞ്ചിനീയറിംഗ് വിഭാഗമാണ് മണ്ണ് പരിശോധന നടത്തിയത്. ജലപാത ഇൻവെസ്റ്റിഗേഷന് മുന്നോടിയായാണ് പാലങ്ങളുടെ പുനർനിർമ്മാണവും അതുസംബന്ധമായ മണ്ണ് പരിശോധനയും നടക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഇന്ധനവില അടിക്കടി വർദ്ധിപ്പിക്കുന്ന കേന്ദ്ര സർക്കാർ നയത്തിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. KSRT എംപ്ലോയീസ് അസോസിയേഷൻ CITUവിന്റെ നേതൃത്വത്തിൽ കേന്ദ്ര സർക്കാർ ഓഫീസുകൾക്ക് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. കോവിഡ് കാലത്തും ഇന്ധനവില കുത്തനെ ഉയർത്തുന്ന കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെയും പൊതുഗതാഗത മേഖലയെ സഹായിക്കാൻ യാതൊരു പദ്ധതികളും നടപ്പിലാക്കാത്തതിനെതിരെയും പ്രതിഷേധിച്ചുകൊണ്ടാണ് KSRT എംപ്ലോയീസ് അസോസിയേഷൻ CITUവിന്റെ നേതൃത്വത്തിൽ കേന്ദ്ര സർക്കാർ ഓഫീസുകൾക്ക് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തിയത്. കാഞ്ഞങ്ങാട് ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടന്ന ധർണാ സമരം CITU സംസ്ഥാന സമിതി അംഗം കാറ്റാടി കുമാരൻ ഉദ്ഘാടനം ചെയ്തു. KSRTയെ CITU ജില്ലാ സെക്രട്ടറി M സന്തോഷ്, K പ്രദീപ് കുമാർ, യൂണിറ്റ് പ്രസിഡന്റ് KR വിജു തുടങ്ങിയവർ സംസാരിച്ചു. റോഡ് സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനായി കാഞ്ഞങ്ങാട് സബ് ഡിവിഷൻ അനുവദിച്ച റോഡ് സേഫ്റ്റി എൻഫോഴ്സ്മെന്റ് മൊബൈൽ വെഹിക്കിൾ സർവീസ് ആരംഭിച്ചു. കേരള റോഡ് സുരക്ഷാ അതോറിറ്റി ഫണ്ടിൽ നിന്നുമാണ് വാഹനത്തിനുള്ള തുക അനുവദിച്ചത്. ജനങ്ങളുടെ യാത്രാ സൗകര്യം മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് കേരള റോഡ് സുരക്ഷാ അതോറിറ്റി കാഞ്ഞങ്ങാട് സബ് ഡിവിഷനിലേക്കായി 2 വാഹനങ്ങൾ കൈമാറിയത്. റോഡ് സേഫ്റ്റി എൻഫോഴ്സ്മെന്റ് മൊബൈൽ വെഹിക്കിൾ നഗരത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ സർവീസ് നടത്തും. 24 മണിക്കൂർ സേവനം ലഭ്യമാക്കും. വാഹനങ്ങൾ സർവീസ് നടത്തുന്നതോടെ കാഞ്ഞങ്ങാട് നഗരത്തിലെ ഗതാഗത പരിഷ്കരണങ്ങൾ വേഗത്തിലാകും. കൊറോണ കാലത്ത് ഒരാളും റോഡിൽ മരിച്ചു വീഴാൻ പാടില്ല എന്നതാണ് സർക്കാരിന്റെ നിലപാട്. കാഞ്ഞങ്ങാട് സബ് ഡിവിഷന്റെ നേതൃത്വത്തിൽ കർക്കശമായ ട്രാഫിക് നിയമങ്ങളാണ് നടപ്പിലാക്കുന്നതെന്നും ജനങ്ങളുടെ അകമഴിഞ്ഞ സഹകരണം പ്രതീക്ഷിക്കുകയാണെന്നും കാഞ്ഞങ്ങാട് മുൻ DYSP PK സുധാകരൻ പറഞ്ഞു. കാഞ്ഞങ്ങാട് ട്രാഫിക് സംവിധാനത്തിനോടനുബന്ധിച്ചിട്ട് ഇപ്പം 3 ദിവസം മുമ്പ് ഗവൺമെൻറ്റിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നല്ല ഒരു ജീപ്പ് എത്തിയിട്ടുണ്ട്. അപ്പോൾ കുറച്ചുകൂടി മെച്ചപ്പെട്ട നിലയിലേക്ക് ട്രാഫിക് സംവിധാനം കാഞ്ഞങ്ങാട് നല്ല ട്രാഫിക് ബ്ലോക്കുള്ള സ്ഥലമാണ്. പോലീസ് ഈ കൊറോണ ആയതുകൊണ്ട് മാത്രമാണ്. അതിനു മുമ്പ് പോലീസ് ഏറ്റവും പരമപ്രധാനമായ ഒരു ഉത്തരവാദിത്തം പോലീസിൻ്റെ ട്രാഫിക് നിയന്ത്രണമാണ്. റോഡിൽ ഒരാളും മരിച്ചു വീഴാൻ പാടില്ല എന്ന നിർബന്ധം പോലീസിനുണ്ട്. അതുപോലെ ഞങ്ങളെ നയിക്കുന്ന സർക്കാരിനുണ്ട്. വളരെ കർക്കശമായ ട്രാഫിക് നിയമങ്ങൾ നടപ്പിലാക്കാൻ ഉതകുന്ന രീതിയിലുള്ള സംവിധാനങ്ങൾ ഇത് നടപ്പാക്കി തന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് വരും ദിവസങ്ങളിൽ അത് ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഉപകരിക്കാൻ വേണ്ടി മാത്രമാണ്, ജനങ്ങൾക്ക് വേണ്ടിയാണ് ആ വാഹനവും സംവിധാനമൊക്കെ ആക്കിയിരിക്കുന്നത്. അത് ഇന്നലെ മുതൽ ഓടി തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെതായ മാറ്റങ്ങൾ തീർച്ചയായിട്ടും കാഞ്ഞങ്ങാട് ടൗണിലുണ്ടാവും. സർക്കാരിന്റെയും പോലീസ് ഉദ്യോഗസ്ഥരുടെയും നിർദ്ദേശപ്രകാരം ജനങ്ങളുടെയും ജനപ്രതിനിധികളുടെയും രാഷ്ട്രീയ നേതാക്കന്മാരുടെയും മാധ്യമപ്രവർത്തകരുടെയും സഹകരണത്തോടെ മികച്ച രീതിയിലാണ് കാഞ്ഞങ്ങാട് സബ് ഡിവിഷന്റെ പ്രവർത്തനം നടന്നുവരുന്നത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ജില്ലയിൽ ഇന്നും കോവിഡ് ബാധ സ്ഥിരീകരിച്ചു. രോഗവ്യാപനം തടയുന്നതിനായി ജില്ലയിൽ നടക്കുന്നത് ശക്തമായ പ്രതിരോധ പ്രവർത്തനങ്ങൾ. ലോക്ക്ഡൌൺ ഇളവുകളുടെ ഭാഗമായി ആരാധനാലയങ്ങൾ തുറന്നു. ഭക്തരെ ക്ഷേത്രങ്ങളിലേക്ക് കടത്തിവിട്ടത് സർക്കാർ മാർഗനിർദ്ദേശങ്ങൾ കർശനമായി പാലിച്ച്.
മാസ്ക് ധരിക്കാത്തതിന് കാസർഗോഡ് ജില്ലയിൽ 165 പേർക്കെതിരെ കൂടി കേസെടുത്തു. നിരോധനം ലംഘിച്ച് യാത്ര ചെയ്തതിന് ജില്ലയിൽ ഇതുവരെ രജിസ്റ്റർ ചെയ്തത് 2602 കേസുകൾ. കോവിഡ് കാലത്ത് കൃഷിരംഗത്ത് വിപ്ലവം തീർക്കുവാനൊരുങ്ങി CPM. ജില്ലയിൽ 4000 ഏക്കറോളം ഭൂമിയിൽ കൃഷി ഇറക്കും. ബേടകം ഏരിയ കമ്മിറ്റി ജയപുരത്ത് 7 ഏക്കറിൽ കൃഷി ആരംഭിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് KPSTA ജില്ലാ കമ്മിറ്റി DD ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. DCC പ്രസിഡന്റ് ഹക്കീം കുന്നിൽ ഉദ്ഘാടനം ചെയ്തു. പ്രവാസികളുടെ പ്രതിസന്ധികൾ പരിഹരിച്ച് അവരെ നാട്ടിലേക്ക് എത്തിക്കുവാൻ സൗകര്യമൊരുക്കണമെന്നാവശ്യപ്പെട്ട് PDP പ്രക്ഷോഭ രംഗത്ത്. മഞ്ചേശ്വരത്ത് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. കോട്ടപ്പുറം ബേക്കൽ ജലപാതയുടെ നിർമ്മാണം. കോൺക്രീറ്റ് പാലങ്ങളുടെ മണ്ണ് പരിശോധന തുടങ്ങി. ഇതോടുകൂടി ഈ ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.